നമസ്കാരം. നമുക്കിന്ന് കൂർമാവതാരം കഥയിലേക്ക് കടക്കാം. അല്പം വലിയ കഥയായതിനാൽ ഭാഗങ്ങളായിട്ട് പറയുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ ഇന്ദ്രദേവൻ ആകാശമാർഗം തൻ്റെ ഐരാവതത്തിൻ്റെ പുറത്തേറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുവഴി ഒരു ഭംഗിയുള്ള വനമാലയുമായി ദുർവാസാവ് മഹർഷി വരുന്നത് കണ്ട് ഇന്ദ്രദേവൻ അദ്ദേഹത്തെ കൈകൂപ്പി തൊഴുത് സ്വീകരിച്ചു. ഇന്ദ്രദേവൻ്റെ പെരുമാറ്റത്തിൽ സന്തുഷ്ടനായ ദുർവാസാവ് അദ്ദേഹത്തിന് തൻ്റെ കയ്യിലിരുന്ന വനമാല സമ്മാനമായി കൊടുത്തു. അത് കിട്ടിയ സന്തോഷത്തിൽ ഇന്ദ്രദേവൻ ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ ആ മാല വെച്ചു. എന്നിട്ട് തൻ്റെ കിരീടമെല്ലാം അഴിച്ച് കേശഭാരം അഴിച്ചിട്ട് അത് വീണ്ടും കെട്ടി മാല എടുത്ത് ധരിക്കാനായി നോക്കിയപ്പോൾ വണ്ടുകളുടെ ശല്യം മൂലം ഐരാവതം മാല താഴെയിട്ട് ചവിട്ടിക്കൂട്ടിയിരിക്കുന്നതുകൊണ്ട് ഇതുകൊണ്ട് ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോൾ ഉജ്ജ്വല കോപത്താൽ ദുർവാസാവ് മഹർഷി മുന്നിൽ നിൽക്കുന്നതാണ് കാണുന്നത്. ദുർവാസാവ് മഹർഷി ഇന്ദ്രദേവനെ കഠിനമായി ശകാരിച്ച് കൊണ്ട് പറഞ്ഞു, എടാ മഠയ, ഞാൻ നിനക്ക് നൽകിയ വനമാല നീ യാതൊരു വിലയും കൽപ്പിക്കാതെ ആനയുടെ മസ്തകത്തിൽ വെച്ചു. അത് ചവിട്ടിക്കൂട്ടിയത് നീ കണ്ടില്ലേ? എന്നെ അപമാനിച്ചതിന് തുല്യമാണിത്. അതുകൊണ്ട് നീയും നിന്റെ വർഗവും ജരാനരകൾ ബാധിച്ച് വൃദ്ധന്മാരായി തീരട്ടെ എന്ന് ശപിച്ചു. ഇത് കേട്ട് ഇന്ദ്രദേവൻ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. അറിയാതെ പറ്റിയ അപരാധമാണ്, ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ക്ഷീരസാഗരം കടഞ്ഞ് അമൃത് എടുത്ത് ഭുജിച്ചാൽ നിന്റെയും നിന്റെ വർഗത്തിൻ്റെയും ജരാനരകൾ മാറി അമരത്വം ലഭിക്കുമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഇനിയുള്ള ഭാഗം അടുത്തതിൽ നമുക്ക് പറയാം.